ഇറ്റ്സ് മീ ജുവാന. അപ്പം നമുക്കൊരു ഊരാളിച്ചേമ്പ് പറിച്ചാലോ? ഊരാളിച്ചേമ്പ് എല്ലാവരും കേട്ടിട്ടുണ്ടോ? സാധാരണ ചേമ്പ് നമ്മൾ പറിക്കാനൊക്കെ പോകൂലേ? അപ്പോൾ നമ്മുടെ പറമ്പിൽ നമ്മൾ ചേമ്പ് നടും, നമ്മൾ പറിച്ചെടുക്കും. പക്ഷേ ഊരാളിച്ചേമ്പെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല, ചിലർ കേട്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ നമ്മുടെ പറമ്പിക്കൂടി ഇഷ്ടം പോലെ നമുക്ക് ഊരാളിച്ചേമ്പുണ്ടായിരുന്നു. അതപ്പം പറിച്ച് പുഴുങ്ങുകയാണെങ്കിൽ കറി വയ്ക്കാനൊന്നും കൊള്ളില്ല, നല്ല മധുരമുള്ള കാരണം നമ്മളത് പുഴുങ്ങിയിട്ടാണ് കഴിക്കുന്നത്. കറി വെക്കുകയല്ല. ഭയങ്കര മധുരം കേട്ടോ, പഞ്ചസാരേൻ്റെ പോലത്തെ ഒരു മധുരമാണ്. അപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെ കാണാനില്ല. അപ്പോൾ ഒരു 2-3 ചുവട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളത് കഴിഞ്ഞ വർഷം അവിടെ 1-2 ചുവട് അങ്ങനെ നിന്നതായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് പറിച്ച് നോക്കിയാലോ? ഓക്കെ, അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ പോയി പറിക്കാം. അപ്പം നമ്മുടെ ഊരാളിച്ചേമ്പ് ഇവിടെ ഒരു ചോടുണ്ട് കേട്ടോ. ഇതുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഇല കണ്ടോ? നമ്മുടെ ഈ പൂച്ചെടി വാഴയൊക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു വാഴ പോലെയാണത് നിൽക്കുന്നത്. അപ്പം ഇതിന് ചെറിയ റെഡ് കളറുള്ള പൂവൊക്കെയാണ് ഉണ്ടാകുന്നത്. നമുക്ക് ഇവിടെ ഒരു ചുവടുണ്ട്, ഇനി അപ്പുറത്ത് 2 ചുവടുണ്ട്. ആദ്യം നമുക്ക് ഈ ചുവടൊന്ന് പറിച്ച് നോക്കാം, വല്ലതും കാണുമോ നോക്കാം കേട്ടോ. ഇതങ്ങനെ പന്നി കളയാലാത്ത സാധനമെന്നൊക്കെ പറച്ചിൽ. അപ്പോൾ ഇവിടെ നമുക്ക് അധികം ഇല്ലാത്ത കാരണം ഇത് വന്ന് പന്നി കളഞ്ഞിട്ടുമില്ല. ഇതിൻ്റെ ഈ മുള്ളൊക്കെ മുട്ടി കായത്തോട്ട് അതുകൊണ്ടില്ല, ഇതിൻ്റെ മുള്ളിൽ നിന്നിട്ട് കളക്കട്ടോ. അപ്പം നമുക്ക് ഈ ചൂടാണ് ഇതുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് വേഗം ഒന്ന് പറിച്ച് നോക്കാം. ഒരു ചൂട് ഇത് കണ്ടില്ലേ? കണ്ടോ? ഇതേ ഒരു ചേമ്പ് ഇത് കാണുന്നുണ്ട് കേട്ടോ. ചേമ്പ് കാണുന്നുണ്ട്. നമുക്ക് വേഗം പറിക്കാം കേട്ടോ. കൊട്ട എടുത്തിട്ട് ഒരു കവറ എടുത്തിട്ട് വീട്ടിൽ പറിക്കാം. നമുക്ക് ഊരാളിച്ചേമ്പ് പറിച്ച് നോക്കായാലോ? പറിച്ച് നോക്കാം. അയ്യോ, മഴ പെയ്യാത്ത നല്ല തറഞ്ഞ് നടക്കും കേട്ടോ. ഉണ്ട് എന്ത് ദൈവമേ, ഇങ്ങനെ പറിക്കത്തില്ല, പ്രസാദം കേട്ടോ. പറഞ്ഞെടുക്കുന്നു. ഊരാളിച്ചേമ്പ് കുട്ടപ്പനെ നമ്മൾ പറിച്ചിട്ടിട്ടുണ്ട്. ഒരു ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കഷ്ണമാക്കി നമുക്ക് നടുകയും ചെയ്യാം. കണ്ടില്ലേ? ഇത് പച്ചക്ക് തിന്നാൻ പറ്റുമോ? അയ്യോ, പച്ചക്കല്ല, പുഴുങ്ങിയിട്ട് വേണം കഴിക്കാം. പച്ചക്ക് കഴിക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല, കൂവയാണെങ്കിൽ പച്ചക്ക് കഴിക്കായിരുന്നു. ഇത് കൂവയല്ലല്ലോ. ഇതെന്താണിത്? അതാണ് ഊരാളിച്ചേമ്പ്. അടിപൊളി. നല്ലൊരു ടൈപ്പ് റെഡ്, എന്താ പറയാ, നല്ല മെറൂൺ പോലത്തെ കളർ കേട്ടോ. നടുന്നുണ്ടോ? കുറച്ചുണ്ടല്ലോ ഇവിടെ. ഇത്രയേ ഉള്ളൂ, തീർന്നു. നമുക്ക് ഒരു ജോഡിയുമാണ് ഇത്രയും കിട്ടിയത്. നടുന്നുണ്ടെങ്കിൽ കാടൊക്കെ കൂടെ നമുക്ക് പാകത്തെടുത്ത് വെക്കണം. അപ്പം മഴക്കാലമൊക്കെ ആകുമ്പോഴേക്ക് ചേമ്പൊക്കെ നടുന്ന ടൈമില്ലേ, ആ സമയത്ത് തന്നെ നമ്മൾ ഇത് നടുന്ന കേട്ടോ. നമുക്ക് കിട്ടിയത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കവറിലിടാം. അപ്പുറത്ത് 2 ചൂടും കൂടി ഉണ്ട്. നമ്മുടെ പറിച്ചിട്ടുണ്ട്, എന്തോരം കിട്ടിയെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് നടു പറിക്കാൻ പോയാലോ? വയ്ക്കാം. നടു വേണം വയ്ക്കാം. പോവാടാ വാ. നമുക്കിതെല്ലാം കൂടെ പറ്റാം ഒരു പുഴുങ്ങിനെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ആദ്യം ഇവനെ പറ്റാട്ടോ. അതല്ലേ അല്ലേ? 1, 2, 3, 4, 5 പേരുണ്ട് കേട്ടോ. പുതിയ കഴിഞ്ഞ പ്രാവശ്യം നമുക്കിത് പച്ച എന്താ ഇത്? ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടോ
ആഹാ അവിടെ ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് പറിച്ച് നോക്കാം, നല്ലതും കിട്ടുമോ എന്ന് നോക്കാം. അയ്യോടാ, ഇതാണ് കിട്ടിയത്. അവിടെ ഉണ്ടോ നോക്കി ശരിക്കും. അവിടെ ഉണ്ടോ നോക്ക് ശരിക്കും. ഉണ്ടല്ലേ? ആ അതല്ലേ ഉണ്ടല്ലോ ഇച്ചിരി ഇച്ചിരി കിട്ടി. അതൊക്കെ നടാനേ ഉള്ളൂ. ആണോ? ഇതൊക്കെയോ? ഇതൊക്കെ നോക്കുന്നുണ്ടോ? പറിക്കുന്നുണ്ടോ? ചെറിയതല്ലേ കിട്ടുന്നു. കാരണം അതൊക്കെ നടാനും കിട്ടും. അയ്യോ ഇത് ചെയ്യാൻ പറ്റും എൻ്റെ വീട്ടിൽ. നമ്മുടെ ഊരാളിച്ചേമ്പ് മഞ്ഞൾ പോലെ ഉണ്ടല്ലോ. അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരുക്കി എടുക്കണം. അങ്ങോട്ടിടാം. ഇനി അവിടെ ഉണ്ടോ? കല്ലാണോ? കല്ല ഇല്ലില്ല, ഇവിടെ ഒന്നും ഇല്ല. ഇവിടുത്തെ ഒരു ചൂട് കുറച്ചുണ്ട്. ഇതിൻ്റെ പറിച്ചാലിൻ്റെ ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏത് പ്രശ്നം കൂടി ഉള്ളി കഴിഞ്ഞു. ഇവിടെ ഇല്ല. അതൊക്കെ എന്തോരം അറിഞ്ഞറിയോ പറമ്പിൽ കൂടെയൊക്കെ നമ്മൾ പിന്നെ കറിക്കും. എന്നിട്ടിത് പുഴുങ്ങിയിട്ട്, പക്ഷേ ഇത് പുഴുങ്ങുമ്പോൾ ഇതിൻ്റെ തൊണ്ട് ചെത്താതെ നമ്മൾ പുഴുങ്ങുക. തൊണ്ട് ചെത്താതെ പുഴുങ്ങിയിട്ട് പിന്നെ എന്താ പുഴുങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുമ്പോഴാണ് അതിന് തൊണ്ട് ഇങ്ങനെ പൊളിച്ച് പിടിച്ച് കാച്ചിലൊക്കെ തിന്നല. കാച്ചിൽ തൊണ്ട് ചെത്തിയിട്ടില്ല പുഴുങ്ങണം. ഇത് ചേമ്പോ? തൊണ്ടോടുകൂടി പുഴുങ്ങും. ചേമ്പോ? ചേമ്പ് ചിലർ തൊണ്ടോടുകൂടി പുഴുങ്ങുന്നവരുണ്ട്. പണ്ടൊക്കെ അങ്ങനെ പുഴുങ്ങുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ആരും പുഴുങ്ങുന്നില്ല. പക്ഷേ ഊരാളിച്ചേമ്പ് പുഴുങ്ങുന്ന തൊണ്ടോടുകൂടി പുഴുങ്ങിയിട്ട് അത് കഴിക്കുമ്പോഴാണ് നമ്മളതിൻ്റെ തൊണ്ട് എന്താ പറയുക കളയുന്നത്. നല്ല രസമാണ്. നല്ല മധുരമാണ്. നല്ല മധുരം കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇത്രയും കിട്ടിയിട്ടോ. ഇത് വേണ്ടായിരുന്നു അറിയോ. എല്ലാവർക്കും ഇത് അത്യാവശ്യമാണ്. ഇത് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അടിക്കൂടെ ഉണ്ടേ. നീ ഉണ്ടോ ഇവിടെ? ഇല്ലടാ. ഉണ്ട് ഉണ്ട് ഉണ്ട്. പിന്നെ ഇവിടെയൊന്നുമില്ല. ഇനി ഇതേ ഉള്ളൂ. ഇനി ചോടും കൂടെ ഉള്ളൂ. ഇവിടെ കുറയ്ക്കാൻ മതി. അതാ കിളിക്കുഞ്ഞിൻ്റെ കൊക്ക് പോലെയില്ല. തത്തമ്മ കൊക്കാണ്. ഇല്ലല്ലോ. അതിൻ്റെ വേര് പോയിട്ടുണ്ടല്ലോ. അത് വേര് പോയിട്ട് കാര്യമില്ല. വേരല്ലാതെ ഓ വലിയ കാര്യം. നേരത്തെ വിളിച്ചു. ഇനിയുണ്ടോ? ഇല്ല. അപ്പം ഇത്രയും ഊരാഴ്ചയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതേ ബാക്കിലൊരാൾ കിടന്നുറങ്ങുന്നുണ്ടോ? മീശുട്ടി മീച്ചുട്ടി നീണ്ടു തീർന്ന് കിടക്കും കേട്ടോ. മീശുട്ടിയേ അനങ്ങാതെ നടക്കുന്നത്. അനങ്ങാതെ ഇങ്ങനെ കിടക്കും കുട്ടി. അപ്പോൾ നമ്മുടെ ഊരാഴ്ചയുമ്പോൾ നമ്മൾ കുറച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഒരുക്കിയെടുക്കാം. ഒരുക്കിയെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടെ കവറിലിടാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഇതൊന്നും വേണ്ട കേട്ടോ. നമുക്കിങ്ങനെ മുറിച്ച് കളയണം. അപ്പം നടാനുള്ളത് മമ്മീൻ്റെ വരുന്നത് എനിക്കറിയത്തില്ല ശരിക്കും ഇത് ഏതാ നടിയാന്നൊന്നും. അപ്പം നല്ലത് എടുത്തിട്ട് നമുക്ക് മുള വന്നത് അല്ല തോന്നുന്നു. ശരിക്കും പിന്നെ നമ്മൾ മഞ്ഞളിൻ്റെ ഒക്കെ പോലെ തടയായിരിക്കും നടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്കിത് വേഗം വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് പുഴുങ്ങാം കേട്ടോ. എല്ലാം കൂടെ നമ്മുടെ കവറിലെടുത്തിടാം. ഇതൊക്കെ ചീത്തയായി. ഇതാരല്ലോ നടാലോ. നമുക്ക് നല്ല മധുരമാണ്. ശരിക്കും ബാക്കിലിതാ അവിടെ ഇങ്ങനെ തൊണ്ട് ചെത്താതെയാണ്. പക്ഷെ പച്ചക്ക് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, ഇതുവരെയും കഴിച്ചു നോക്കിയിട്ടില്ല. കൂവ് പോലെ ഉണ്ടോ? കൂവേൻ്റെ ചൊവ്വയാണ്. ഇപ്പം മധുരത്തിനൊന്നുമില്ല പുഴുങ്ങുമ്പോൾ. പക്ഷേ പുഴുങ്ങി കഴിയുമ്പോഴാണ് നല്ലൊരു മധുരമാണ്. പഞ്ചസാരയിലെ മധുരം കേട്ടോ.
നമുക്ക് ഇത്രയും ഊരാളിച്ചേമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ അത്യാവശ്യം മുഴുങ്ങാനുള്ളതുണ്ട്. അത്യാവശ്യം പുഴുങ്ങാനുള്ളത് ആയി. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കിനുള്ളതും മാറ്റി വെക്കണം. വേണ്ട എത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം കഷ്ണം കഴുകി വേഗം തൊണ്ടോടുകൂടി വേഗം പുഴുങ്ങട്ടെ.